ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് കരുതുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് റൊട്ടിയുടെയും ചപ്പാത്തിയുടെയും നാൻ്റെയും കൂടിയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന പാലക് പനീറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പാലക് പനീർ എന്ന് പറയുമ്പോൾ വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമ്മുടെ ഈസി ആയിട്ടുള്ള പാലക് പനീർ എങ്ങനെ ഉണ്ടാക്കുന്നുവെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യമേ തന്നെ ഞാനിവിടെ ഒരു 3 കപ്പ് വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ തിളച്ചു വരുന്ന വെള്ളത്തിലേക്ക് നമ്മുടെ പാലക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ചെറുതായി ഒന്ന് ഇളക്കി ഈ ഇലയൊന്ന് വാടി വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ പാലക്കിനെ എടുത്ത് നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എപ്പോഴും ഐസുള്ള വെള്ളമാണെങ്കിൽ ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ നല്ലപോലെ തണുത്ത വെള്ളമാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ പാലക് പനീറിന് വേണ്ടിയുള്ള പാലക് പേസ്റ്റാണ് ആദ്യമേ തയ്യാറാക്കാൻ പോകുന്നത്. പാലക്ക് നല്ലപോലെ തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ഒരു ജാറിലേക്കിട്ട് ഇതിനെ നല്ലപോലെ പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ ഇനി നമുക്ക് പാലക് പനീർ റെഡിയാക്കാം. ഈ ഒരു പാനിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഓയിലും പിന്നെ 1 ടീസ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുവാണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ തന്നെയോ അല്ലെങ്കിൽ ഓയിൽ തന്നെയോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് ഈ ബട്ടർ നല്ലപോലെ ഒന്ന് മെൽറ്റായി ചൂടായി വരുമ്പോൾ ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകവും പിന്നെ 1 ടീസ്പൂൺ ക്രഷ് ഗാർലിക്കും 1 ടീസ്പൂൺ പച്ചമുളക് അല്ലെങ്കിൽ ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതായി ചോപ്പ് ചെയ്തതും പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ സബോള ചോപ്പ് ചെയ്തതും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം ഒരു ബ്രൗൺ കളറായി വരുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് സോഫ്റ്റ് ആയി വരണം. അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായും വരണം. ഇപ്പം എന്താ നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന പാലക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ സ്പീനച്ചിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമ്മൾ ഇതിനെ ഒന്ന് ഇളക്കി ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പീസാക്കി വെച്ചിരിക്കുന്ന പനീർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് പനീർ പീസാക്കിയിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് തീരെ ചെറുതായിട്ടോ അല്ലെങ്കിൽ ഇതിനേക്കാൾ ഇച്ചിരിയും കൂടെ ഒക്കെ വലുതായിട്ടോ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇനി പനീറും പാലക് ഗ്രേവി എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു 5 to 7 മിനിറ്റ്സ് ഇതെല്ലാം ജസ്റ്റ് ഒന്ന് പനീറൊക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി കവർ ചെയ്യാതെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി അതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം എന്താ നമ്മുടെ പാലക് പനീർ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇനി ഒരു സ്റ്റെപ്പും കൊണ്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഹെവി ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഹെവി ക്രീമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം എന്താ നമ്മുടെ ചപ്പാത്തിയുടെയും നാൻ്റെയും റൊട്ടിയുടെയും കൂടിയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പാലക് പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 2-3 ചെറിയ പീസ് ബട്ടറും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ പാലക് പനീർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും എല്ലാം ഒന്ന് ചെയ്യുക. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.